സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മെഗാ ജോബ് ഫെയർ ശില്പശാല സംഘടിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മെഗാ ജോബ് ഫെയർ ശില്പശാല സംഘടിപ്പിച്ചു. +2 മുതൽ മുകളിലുള്ള അഭ്യസ്ത വിദ്യർക്ക് ഇന്ത്യയിലും വിദേശത്തും തൊഴിലവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചത്. ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കില സെന്റർ കോർഡിനേറ്റർ PK ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയുടെ വിശദീകരണത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റ് അധികം വിശദീകരിക്കുന്നില്ല. കേരളത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. അഭ്യസ്ത വിദ്യയുടെ കാര്യത്തിൽ കേരളം ഒന്നാമതാണ്. മറ്റ് വിവിധ കാര്യങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ഒന്നാം സ്ഥാനം നിൽക്കുന്ന ഒരു സംസ്ഥാനം എങ്കിലും തൊഴിലില്ലായ്മയുടെ പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി പറയുന്നു, എല്ലാവർക്കും തൊഴിൽ ലഭ്യമാകില്ല. നമ്മുടെ സർക്കാരിൻ്റെ ഒരു പദ്ധതി എന്ന രീതിയിൽ തന്നെ അഭ്യസ്തരായ പരമാവധി ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന രീതിയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ ആളുകളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി, അതാണ് ക്യാമ്പയിനാക്കി ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുക. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഗവൺമെന്റും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ജോബ് ഫെയർ എന്ന പദ്ധതിയുടെ ശില്പശാല, അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും രജിസ്ട്രേഷൻ നടത്തുന്നതിനും വേണ്ടിയുള്ള ശില്പശാലയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം സ്വീകരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. കുറച്ചു കാലം അങ്ങനെ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നെങ്കിലും കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനൊക്കെ ആയി കഴിഞ്ഞ ഒരു അവസരത്തിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്കുള്ളൊരു പ്രശ്നം അവർക്ക് എത്രമാത്രം ദൂരെ വരെ പോകാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ കണ്ടു രാവിലെ പോയി വൈകുന്നേരം വരാൻ കഴിയുന്ന സ്ഥലങ്ങളിലുള്ള ജോലി കണ്ടെത്തണമെങ്കിൽ അതിനിപ്പോൾ നിലവിൽ സംവിധാനങ്ങളൊന്നുമില്ല. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തി ആ തൊഴിലവസരങ്ങൾ നമ്മുടെ തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക് നേടിക്കൊടുക്കുന്നതിന് സൗകര്യപ്രദമായ ഒരു വേദി ഒരുക്കുക എന്നുദ്ദേശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ചടങ്ങ് നടക്കുന്നത്. സമാദരണീയനായ മുൻ ധനകാര്യമന്ത്രി ശ്രീ TM തോമസ് ഐസക് ചെയർമാനും ഡോക്ടർ P സരിൻ CEOയുമായിട്ടുള്ള സംസ്ഥാനതല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ നടക്കുന്നത്. കമ്പനികളിൽ വിവിധ ഏജൻസികളിൽ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കിട്ടുന്നതിന് സഹായിക്കുക എന്നതാണ് ഒറ്റ വാക്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പദ്ധതികളെക്കുറിച്ച് കില റിസോഴ്സ് പേഴ്സൺ K മുരളി മാസ്റ്റർ വിശദീകരിച്ചു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പയ്യന്നൂർ ബ്ലോക്കിൽ പഞ്ചായത്തുള്ളിൽ ആദ്യം ഈ ശില്പശാല നടക്കുന്നത് ചെറുപുഴയാണ്. നമ്മൾ ഉദ്ദേശിച്ചത് ഏറ്റവും ചുരുങ്ങിയത് ഒരു വാർഡിൽ നിന്ന് 5 പേരെങ്കിലും എത്തിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ ഒരു 10 പേരെയെങ്കിലും നമ്മൾ ക്ഷണിക്കുക. എങ്കിലും ഒരു 5 പേരെ നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നാൽ ഒരു 100ഓളം ആളുകൾ നമ്മുടെ പഞ്ചായത്തിന് ഈ പരിപാടിക്ക് എത്തിച്ചേരും എന്നുള്ളൊരു ധാരണയോടെയാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം അതിനോളം അടുത്ത ആളുകൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള സന്തോഷം നിങ്ങളുമായി പങ്കിടുകയാണ്. ഇനി 3 ക്ലാസ്സാണ് ഇവിടെ. ക്ലാസ് എന്ന് പറഞ്ഞുകൂടാ, കുറേ വിശദാംശങ്ങൾ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. ആരെയും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാലോ. അതുകൊണ്ട് ഇതെന്താണ് എന്നത് അങ്ങോട്ട് ചുരുക്കിയ വാക്കുകളിൽ വിശദീകരിക്കുക. അങ്ങനെ വിശദീകരിക്കുന്ന 3 ക്ലാസ്സുകളാണ്. ഒന്ന്, വിജ്ഞാന കേരളം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് വിജ്ഞാന കേരളം അനിവാര്യമാക്കി തീർത്തത് കേരളത്തിൽ എന്നുള്ള കാര്യമാണ് ആമുഖമായി പറയുന്നത്. രണ്ടാമത്തത്, നമ്മൾ എന്താണ് ഇത് ചെയ്യേണ്ടത്, കൂട്ടായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിൽ ലഭ്യമാക്കുക, അർഹതപ്പെട്ട തൊഴിൽ, അവരുടെ വിദ്യാഭ്യാസത്തിനും ശേഷിക്കും അനുസരിച്ചുള്ള തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് തുടർ പ്രവർത്തനങ്ങൾ, അതാണ് മുരളി മാഷ് പറയുന്ന ക്ലാസ്. മൂന്നാമത്തത് നമ്മുടെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് രജിസ്ട്രേഷൻ, എങ്ങനെയാണ് നമ്മുടെ ജോലിക്ക് അപേക്ഷിക്കേണ്ടത്, ഇന്റർവ്യൂ, അത് തുടങ്ങിയ കാര്യങ്ങൾ.
കെ സൗമ്യ നന്ദി പറഞ്ഞു. ശില്പശാലയിൽ പങ്കെടുക്കുവാൻ നിരവധി ഉദ്യോഗാർത്ഥികൾ എത്തിയിരുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം. മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിംഗ്, കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ വർക്കുകൾ, പ്ലാൻ, എസ്റ്റിമേഷൻ, സൂപ്പർവിഷൻ, ഡോക്യുമെന്റേഷൻ, ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയസമ്പത്തും 100% വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു. ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക്, ചെറുപുഴ. 9400557109.